ആകർഷിക്കുന്നതിന്, കോർപ്പറേറ്റ് മൂലധനം കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഇവരെതിരായിരുന്നു. IMFന്റെ വായ്പ എടുക്കുന്നതിനും ലോകബാങ്കിന്റെ സഹായം നേടുന്നതിനും ഇവരെതിരായിരുന്നു. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 3% പലിശയ്ക്ക് ഇവിടെ ലോകബാങ്കിന്റെ ആളുകൾ GCAയിൽ വന്ന സമയത്ത് അവരെ കല്ലെറിഞ്ഞ് അവരെ ഓടിക്കാൻ ശ്രമിച്ചവരാണ് DYFIക്കാർ. അപ്പൊ അങ്ങനെ സ്വകാര്യ മേഖലയോടും വിദേശ നിക്ഷേപത്തോടും എല്ലാം വളരെ ശക്തമായി എതിർത്തിരുന്ന CPM നാകെ തകിടം പറഞ്ഞിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ആ ലക്ഷ്യം എന്ന് പറയുന്നത് വീണ്ടും തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സ്വീകരിക്കുന്ന അതേ നിലപാടുകളാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേരളത്തിലെല്ലാം ഭദ്രമായി നടക്കുന്നു എന്നാണ് CPM അവകാശപ്പെടുന്നത്. ഇവിടെ 90കളിൽ ശ്രീ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ BJPക്കാർ അവകാശപ്പെട്ടതൊക്കെ ഇന്ത്യ തിളങ്ങുന്നു എന്നാണ്, ഇന്ത്യ ഈസ് ഷൈനിങ് എന്നാണ് അവരന്ന് പറഞ്ഞത്. ഇപ്പോൾ CPMകാരും കേരളം